ഹലോ. അപ്പോൾ ഇന്ന് 4ാമത്തെ ലെസണാണല്ലേ. ആദ്യത്തെ 1, 2, 3 ക്ലാസ്സൊക്കെ കണ്ടതാണോ? അതൊക്കെ വളരെ ബേസിക്സാണ്. ആ ഒരു ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് മുകളിൽ നമ്മൾ പണിയണം അടുത്ത ലെസൺസ് കേട്ടാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ഹോംവർക്കിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം ഹോംവർക്ക് തന്നിരുന്നു, അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാമെന്ന്. ഒക്കെ ചെയ്തിരുന്ന ഹോംവർക്ക് മിണ്ടാണ്ടിരിക്കും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ പറയും, പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്കിംഗ്. ഇതിൽ ചിലവർക്കൊരു പ്രശ്നം ഉണ്ടാവുക, ക്വയറ്റ് QUIET നിശബ്ദത പാലിക്കുക എന്നുള്ള അർത്ഥമാണ്. QUITE അത് ക്വയറ്റ്, അങ്ങനെ പറയാം. വ്യത്യാസം കേട്ടോ പ്രൊനൗൺസിയേഷനിൽ. QUIET ക്വയറ്റ്, ആയറ്റ് അങ്ങനെ ഒരു സൗണ്ട് കൂടെ വരും. ക്വയറ്റ് QUIT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെരി എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ക്വയറ്റ് ഡാർക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കാണെന്ന് അർത്ഥം. അത് പോട്ടെ, ഉത്തരം കറക്റ്റായോ? പ്ലീസ് ബി ക്വയറ്റ്, ഐ എം വർക്കിംഗ്, ഞാൻ പണിയെടുത്തോണ്ടിരിക്കുക, മിണ്ടാണ്ടിരിക്കുക അവിടെ നല്ല അർത്ഥമാണ്. ഐ വർക്ക് എന്നല്ല അവിടെ പറയാം. ഐ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അവിടെ അലക്സ് ഉണ്ട്. ലുക്ക്, ദേഴ്സ് അലക്സ്. അവനൊരു കറുത്ത കോട്ടാണ് ഇട്ടിരിക്കുന്നത്. എങ്ങനെ പറയും? ഹീ ഈസ് വെയറിങ് എ ബ്ലാക്ക് കോട്ട്. അപ്പോൾ നമ്മൾ ധരിച്ച് ഇരിക്കുന്ന കാര്യം അത് നമ്മുടെ മുകളിലുണ്ടല്ലോ വസ്ത്രം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയാം. ഹി വെയേഴ്സ് എ ബ്ലാക്ക് കോട്ട് എന്ന് പറയരുത്. അവനൊരു ബ്ലാക്ക് കോട്ട് ധരിക്കാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് കാലാവസ്ഥ നല്ലതാണ്, ഇപ്പോൾ മഴ പെയ്യുന്നില്ല. എങ്ങനെ പറയും? ദ വെദർ ഇസ് നൈസ്, ഇറ്റ്സ് നോട്ട് റെയിനിങ്. കേട്ടോ, ഇറ്റ്സ് നോട്ട് റെയിനിങ് ഇതാണ് പലപ്പോഴും തെറ്റാറുള്ള. ഞാൻ എടുത്തെടുത്ത് എപ്പോഴും പറയാറുള്ളതാണ്. കാലാവസ്ഥയെക്കുറിച്ച് പറയുമ്പം ഇറ്റ് ഇസ് അല്ലെങ്കിൽ ഇറ്റ് വാസ് എന്ന് വെച്ചിട്ടാണ് തുടങ്ങുക. ഇറ്റ്സ് നോട്ട് റെയിനിങ് എന്ന് വെച്ചാൽ മഴ പെയ്യുന്നില്ല ഇപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ഇനി ഫോണിലുള്ളപ്പോൾ നമ്മൾ പറയാണ്, ഞാൻ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക, ഞാൻ പിന്നീട് വിളിച്ചോട്ടെ. എങ്ങനെ പറയും? ഐ എം ഹാവിങ് ഡിന്നർ നൗ, ക്യാൻ ഐ കോൾ യു ലേറ്റർ? ഞാൻ പിന്നീട് വിളിച്ചോട്ടെ. ഓക്കെ, ഐ എം ഹാവിങ് ഡിന്നർ നൗ. കറക്റ്റ് ആക്കിയോ? കുറേ പേരൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. കുറേ പേരുടെ ഉത്തരങ്ങളിട്ടിൽ ഞാൻ കാര്യങ്ങൾ എന്താ തെറ്റുള്ളതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് കണ്ട് തെറ്റുകൾ വരുത്തുമ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. തെറ്റുകൾ മനസ്സിലാക്കുക, അപ്പോഴാണ് നമ്മൾ ലേണിംഗ് നടക്കുക. അതൊരിക്കലും മറക്കരുത് കേട്ടോ. എല്ലാ അബദ്ധത്തിൽ കറക്റ്റായ ആൾക്കാർ ആക്ച്വലി പേടിക്കണം. എപ്പോഴും ചക്ക വീണ് മുയൽ ചാവണമെന്നില്ലല്ലോ. അപ്പോൾ അതെപ്പോഴും ഓർക്കണം. മിസ്റ്റേക്കുകൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റാവുന്ന മിസ്റ്റേക്കൊക്കെ ഉണ്ടാക്കുക, അതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് പഠിക്കുക. അതോടുകൂടി നമ്മുടെ ലേണിംഗ് നന്നായി നടക്കും. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഹോംവർക്ക് ഉണ്ടാവും ഇതിന് എൻഡിൽ. അത് കറക്റ്റായി ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഈ സീരീസ് കണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് 90 ഡേ കംപ്ലീറ്റ് ഇംഗ്ലീഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഒറ്റ കോഴ്സേ ഉള്ളൂ. അത് ഒറ്റ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള ഫുൾ ധൈര്യം കിട്ടും. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഫ്ലുവൻ്റ് ആകുമെന്ന്. നിങ്ങളെ ഫ്ലുവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനെല്ലാം ചെയ്താലും നിങ്ങൾ അവിടുന്ന് പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സ് ചെയ്തില്ലെങ്കിൽ കാര്യമില്ലല്ലോ. നിങ്ങൾ കോഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആക്കാൻ പറ്റും നിങ്ങളുടെ ഇംഗ്ലീഷ്. കോഴ്സ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രാക്ടീസിന് കുറച്ച് കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഒരു സ്റ്റോപ്പ്, ഇത്രയും പഠിച്ച് ഒരു സ്റ്റോപ്പിലെത്തിക്കഴിഞ്ഞാൽ തീരുന്ന സംഭവമല്ലല്ലോ. അത് കഴിഞ്ഞും കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ടച്ച് വിട്ട് പോവാണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആ കോഴ്സ് തന്നെ പറയുന്നുണ്ട്. അത് പിന്നെ ഒരു 5 മിനിറ്റൊക്കെ ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി. കോഴ്സ് കഴിഞ്ഞ ശേഷം ഫുൾ 90 ഡേയ്സ് കോഴ്സ് കഴിഞ്ഞ ശേഷം ഒരു 5 മിനിറ്റ് ദിവസം മാറ്റി വയ്ക്കുക. അപ്പോൾ ആ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇനി നിങ്ങൾ ഗ്രാമറൊന്നും പഠിക്കാൻ താല്പര്യമില്ല, വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ആണ്, കൊച്ചുമക്കളോട് ഇംഗ്ലീഷ് സംസാരിക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇംഗ്ലീഷ് കോഴ്സ് വേണമെങ്കിൽ വാട്സപ്പ് കോഴ്സ് എടുത്താൽ മതി. അതിൽ ഗ്രാമറൊന്നുമില്ല. അതൊരു 30 ഡേ കോഴ്സാണ്. അത് ഇൻറ്റൻസീവ് കോഴ്സാണ്, പണിയെടുക്കണം. അതിൽ കുറേ പരിപാടികളുണ്ട്, ഞാൻ ചെയ്യാൻ പറയും. ഒറ്റ കോഴ്സ് ലൈവല്ല, നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്ത് തീർക്കുക കേട്ടോ. പക്ഷേ 90 ഡേ കോഴ്സ് 6 മന്ത്സാണ് കോഴ്സ് ആക്സസ് ഉള്ളത്. അത് വാട്സാപ്പിൽ കൂടിയല്ല, കോഴ്സ് വെബ്സൈറ്റിൽ കൂടിയാണ്. ഇമെയിലൊക്കെ വേണം. സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്ന കോഴ്സാണ്. ഇമെയിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നുണ്ട്. ചിലർക്ക് ഇമെയിൽ എന്ന് പറയുമ്പോഴേ പേടിയാം. ഇമെയിൽ ഉപയോഗിക്കാറില്ല എന്ന് സാരമില്ല, ആദ്യമായിട്ട് കൊണ്ട് ഉപയോഗിക്കാമല്ലോ. ഒന്നും ഒരു പ്രശ്നവുമില്ല, സിമ്പിളായിട്ടുള്ള സംഭവമാണ്. വാട്സാപ്പ് കോഴ്സ് വാട്സാപ്പിലൂടെയാണ്, ഒന്നും ലൈവായിട്ടുള്ള ക്ലാസ്സുകളല്ല കേട്ടോ. അപ്പോൾ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കോമെൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് സിമ്പിൾ പ്രസൻറ്റ് ആൻഡ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ. അത് വലിയ വീഡിയോ ആയപ്പം ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഈ വീഡിയോയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ചെയ്യാറുണ്ട്,
ഞാൻ ചെയ്യുകയാണ് എന്നൊക്കെ പറയുന്ന ആ സെൻറ്റൻസുകൾ. പിന്നെ ബീയിങ് ഉപയോഗിക്കുന്നത് അല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ വരുന്ന കണ്ടിന്യൂസ് ഫോമാണ് ബീയിങ്, BEING. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, റെഡിയാണോ? ഉഷാറായിട്ടിരിക്കുകയല്ലേ? തുടങ്ങാം. ഞാൻ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. എങ്ങനെ പറയും? ഐ എം ലിവിങ് വിത്ത് മൈ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഐ എം ലിവിങ് വിത്ത് സം ഫ്രണ്ട്സ്. കുറച്ച് കൂട്ടുകാരുടെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അത് ഇപ്പം നമ്മൾ ചിലപ്പോൾ താമസസ്ഥലത്തായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ കടയിൽ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയായിരിക്കും. പക്ഷേ എവിടെ താമസിക്കണേ? കൂട്ടുകാരുടെ കൂടെ. അപ്പോൾ അതെങ്ങനെ പറയണേ? ഐ എം ലിവിങ് വിത്ത് മൈ ഫ്രണ്ട്സ്. എന്നാൽ ഈ സെൻറ്റൻസ് നോക്കിട്ടോ, മൈ പാരൻസ് ലിവ് ഇൻ ലണ്ടൻ. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ അച്ഛനമ്മമാർ ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ? ഇതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ഐ എം ലിവിങ്ങും ഞാൻ താമസിക്കുന്നത് കൂട്ടുകാരുടെ കൂടെ എന്ന് പറയാൻ വേണ്ടി ഐ എം ലിവിങ് വിത്ത് സം ഫ്രണ്ട്സ്. പാരൻസിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ ദേ ലിവ് ഇൻ ലണ്ടൻ. അതെന്താ അങ്ങനെ? അതെന്താ സിമ്പിൾ പ്രസൻറ്റിൽ പറയണേ? ഇവിടെയാണ് ഈ ടെൻസുകൾ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. പാരൻസ് സ്ഥിരമായിട്ട് എവിടെ താമസിക്കണേ? ലണ്ടനിലാണ്. അതുകൊണ്ട് സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിലല്ലേ പറയാ. അപ്പം മൈ പാരൻസ് ലിവ് ഇൻ ലണ്ടൻ മതി. ഞാൻ പക്ഷേ അങ്ങനെയല്ല. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പരിപാടിക്ക് വന്നിരിക്കുക, ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ തൽക്കാലം താമസിക്കണേ, അത് കഴിഞ്ഞിട്ട് വീടെടുത്ത് മാറണം. ഇങ്ങനെയൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എന്നും ഓസിക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ഐ എം ലിവിങ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഐ എം ലിവിങ് വിത്ത് സം ഫ്രണ്ട്സ്. പക്ഷേ എൻ്റെ പാരൻസ് അങ്ങനെയല്ല, പെർമനൻ്റ് ആയിട്ട് ലണ്ടനിലാണ് താമസിക്കുന്നത്. അപ്പോൾ മൈ പാരൻസ് ലിവ് ഇൻ ലണ്ടൻ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ വേറൊരു ഓഫീസ് നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നാണ്, അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അപ്പോൾ എവിടെ താമസിക്കണം ചോദിക്കാൻ വേർ ആർ യു ലിവിങ് എന്നാണ് ചോദിക്കുക. എന്നുവെച്ചാൽ ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് വേണം. പക്ഷേ നിങ്ങളുടെ ഒരു ബാല്യകാല സുഹൃത്തിനെ കണ്ടുമുട്ടി. അപ്പോൾ അയാൾ ആ നഗരത്തിലാണ് ജീവിക്കുന്നത്, കൊച്ചിയിലാണ് താമസിക്കുന്നത്, വർഷങ്ങളായി. അപ്പോൾ നമ്മൾ എന്താ ചോദിക്കുക? എവിടെ താമസിക്കുന്നത് ചോദിക്കാൻ വേർ ഡു യു ലിവ്. കാരണം അവർ സ്ഥിരമായിട്ട് എവിടെയാണ്, 2 ദിവസത്തേക്ക് വന്നതല്ല. ഓക്കെ, ആ വ്യത്യാസം മനസ്സിലാക്കണം. അതാണ് ഈ സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ ഈ 2 സെൻറ്റൻസ് നോക്കണേ. ലെറ്റ്സ് ഗോ ഔട്ട്, നമുക്ക് പുറത്തു പോവാം. ഇറ്റ് ഈസ് ഇൻ റെയിനിങ് നൗ. ഇപ്പോൾ ഇവിടെ മഴ പെയ്യണില്ല. അപ്പോൾ അത്രയും നേരം മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊരു ധ്വനി ഉണ്ട് അവിടെ. ഇപ്പം മഴ പെയ്യണില്ല, നിന്നു. ഇനി ഇതോ, ഇറ്റ് ഡസൻ റെയിൻ വെരി മച്ച് ഇൻ സമ്മർ. സമ്മർ സീസണിൽ അങ്ങനെ മഴ പെയ്യാറില്ല. കണ്ടോ? സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ സമ്മറിൽ ഈ ഒരു ഭാഗത്ത്, രാജ്യത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ മഴ പെയ്യാറില്ല, മഴ കിട്ടാറില്ല. അപ്പോൾ ഇറ്റ് ഡസൻ റെയിൻ. പക്ഷേ ഇപ്പോഴത്തെ കാര്യമോ, ഇപ്പം മഴ പെയ്യുന്നില്ല. ഇറ്റ് ഈസ് ഇൻ റെയിനിങ് നൗ. വ്യത്യാസം കണ്ടോ? അതുപോലെ വേറൊരു സെൻസ് പറയാം. നിങ്ങൾ ഇന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പണിയെടുക്കണ്ടേ. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയാം, യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ. നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അതിനർത്ഥം എന്താ? ഇന്ന് നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ അലക്സിനെ കുറിച്ച് പറയാം. അലക്സ് മടിയനൊന്നുമല്ല. അലക്സ് ഈസ് ഇൻ ലേസി. അലക്സ് ഈസ് ലേസി എന്ന് പറഞ്ഞാൽ അലക്സ് മടിയനാണ്. അലക്സ് മടിയനൊന്നുമല്ല. അലക്സ് ഈസ് ഇൻ ലേസി. മിക്ക സമയവും നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ഹി വർക്ക്സ് ഹാർഡ് മോസ്റ്റ് ഓഫ് ദി ടൈം. കണ്ടോ വ്യത്യാസം? മനസ്സിലായോ? നിങ്ങളോട് ഞാൻ പറഞ്ഞതാ, നിങ്ങൾ ഇന്ന് ഇവിടെ മരിച്ചു കുത്തി പണിയെടുക്കുമ്പോൾ ഞാൻ നന്നായി പണിയെടുക്കണ്ടല്ലോ എന്ന്, യു ആർ വർക്കിംഗ് ഹാർഡ് ടുഡേ എന്ന് പറയാം. നിങ്ങൾ സ്ഥിരമായി അങ്ങനത്തെ ഒരാളാണെന്നോ അല്ലയോ എന്നോ ഞാൻ പറയുന്നില്ല. വിഷമിക്കേണ്ട, നിങ്ങൾ അങ്ങനെ ഒരാളായിരിക്കാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയണേ. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നില്ല നന്നായിട്ട് എന്നല്ല ഞാൻ പറയണേ. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഞാനാകെ പറയണത് ഇപ്പം നിങ്ങളിവിടെ ചത്ത് കിടന്ന് പണി എടുക്കുന്നുണ്ട് എന്ന്. മനസ്സിലായോ? അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. പക്ഷേ അലക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞെന്താ, അലക്സ് ഇപ്പം പണിയെടുക്കുന്ന കാര്യമല്ല. അലക്സ് സാധാരണ എങ്ങനെയാണ്? ഹി വർക്ക്സ് ഹാർഡ് മോസ്റ്റ് ഓഫ് ദി ടൈം. നല്ല അധ്വാനിയാണ് അയാൾ. അപ്പോൾ അത് എങ്ങനെയാണ് പറഞ്ഞത്? സിമ്പിൾ പ്രസൻറ്റിൽ. ഓക്കെ, ഇനി ഞാൻ എപ്പോഴും ചെയ്യാറുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഓൾവേസ് ഡു എന്നുള്ള രീതിയിലാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക. ഞാൻ ജോലിക്ക് ഞാൻ എപ്പോഴും കാറിലാണ് പോവാറ്. എങ്ങനെ പറയുക? ഇങ്ങനത്തെ സെൻറ്റൻസുകളൊക്കെ നമ്മൾ എന്നും ഇങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനത്തെയൊക്കെ സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ല. മനസ്സിലായോ? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ കാറിൽ പോകുന്ന കാര്യമല്ല പറയണേ. ഞാൻ എപ്പോഴും കാറിലാണ് ജോലിക്ക് പോവാറ്. എങ്ങനെ പറയും? ഐ ഓൾവേസ് ഗോ ജോലിക്ക് ടു വർക്ക്. എങ്ങനെ?
ബൈ കാർ. ഐ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ. ഓക്കെ, അല്ലാതെ ഐ എം ഓൾവേസ് ഗോയിങ് ടു വർക്ക് ബൈ കാർ എന്ന് പറയരുത്. കാരണം ഈ സെൻറ്റൻസ് ഒക്കെ ഞാൻ സ്ഥിരം കേൾക്കുന്നതാണ് തെറ്റിച്ചിട്ട്. ഐ ഓൾവേസ് ഗോ ടു വർക്ക് ബൈ കാർ. ഇനി നമ്മുടെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് വേറൊരു സമയത്ത് നമ്മൾ സ്ഥിരമായി നമുക്ക് കേൾക്കും. അതേതാണെന്നറിയോ? കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരാൾ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ പറയാം, ഓ ഇവൻ എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓ ഇത് വർക്ക് ചെയ്യുന്നില്ല, കറണ്ടിന് വോൾട്ടേജ് കുറവാണ്, ഇത് ഇങ്ങനെയാണ്, അത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് പറയും? ഒന്നും പറയണ്ട, അയാൾ എങ്ങനെ പറയും? അയാൾ എപ്പോഴും കംപ്ലയിൻറ്റ് പറയാമെന്ന്. ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ്, ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ്. അപ്പോൾ അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പറയാം. ഓ ഇവൻ ഏത് നേരം കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഹി ഈസ് ഓൾവേസ് കംപ്ലൈനിങ് അല്ലേ? കുറച്ചധികം കംപ്ലയിൻറ്റ്സ് അവൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടിയുടെ അടുത്തൊക്കെ പറയാൻ ചാൻസുള്ള, നീ എപ്പോഴും ഫോണിലാണല്ലോ. അപ്പോൾ നമ്മളൊരു കംപ്ലയിൻറ്റ് പറയാം നിങ്ങളുടെ അടുത്ത്, കുട്ടിയുടെ അടുത്ത്, ഇവൻ ഏതു നേരം ഫോൺ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഒരു കംപ്ലയിൻ്റ് ആണ്. അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ ഒരു പരിഭവം പറയാൻ വേണ്ടിയിട്ട്, എപ്പോഴും ഇങ്ങനെയാണല്ലോ ഒരു ബുദ്ധിമുട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെൻസ് യൂസ് ചെയ്യും. ഏത്? പ്രസൻറ്റ് കണ്ടിന്യൂസ്. യു ആർ ഓൾവേസ് ലുക്കിംഗ് അറ്റ് യുവർ ഫോൺ. കണ്ണടിച്ചു പോട്ടോ. യു ആർ ഓൾവേസ് ലുക്കിംഗ് അറ്റ് യുവർ ഫോൺ. വേറെ ഒന്നും ചെയ്യാനില്ലേ? ഡോണ്ട് യു ഹാവ് എനിത്തിങ് എൽസ് ടു ഡു എന്ന് ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി തോന്നുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻസ് യൂസ് ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ടത് ചില വേർബ്സ്, ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കും എല്ലാ വേർബ്സും ഇങ്ങനെ ING ഫോമിൽ പറയാൻ പാടില്ല. ചില വേർബ്സ് നമുക്ക് ഇങ്ങനെ ING ഫോം വെച്ച് പറയാൻ പറ്റില്ല. വാണ്ടിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കില്ല. എപ്പോഴും അല്ല കേട്ടോ, ഞാൻ പറയണത് ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യില്ലേ, ഹീ ഇസ് എന്ന് പറഞ്ഞിട്ട് വേർബിൻ്റെ കൂടെ ING ഇട്ടിട്ട് ഉപയോഗിക്കില്ലേ. കാരണം ഇതിനൊക്കെ അല്ലാണ്ട് അർത്ഥങ്ങൾ വരാം. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അവർക്ക് കാർസ് ഇഷ്ടമാണ്, എങ്ങനെ പറയും? ദേ ലൈക്ക് കാർസ്. അതിനെ ദേ ആർ ലൈക്കിംഗ് കാർസ്. അവരിങ്ങനെ കാറുകൾ നോക്കി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് കാറുകൾ ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ദേ ആർ ലൈക്കിംഗ് കാർസ് എന്ന് പറയരുത്. കാരണം ലൈക്കൊക്കെ അങ്ങനത്തെ ഒരു വേർബാണ്. ചില വേർബ്സ് ഇങ്ങനെ ING ഫോം ചേർത്ത് പറയില്ല നമ്മൾ. അല്ലെങ്കിൽ നോ, അറിയുക, ഇതൊക്കെ ഇങ്ങനത്തെ. എനിക്ക് അറിയാം എന്ന് പറയാൻ ഐ നോ ഇറ്റ് എന്നാണ് പറയുക, അല്ലാണ്ട് ഐ ആം നോയിങ് ഇറ്റ് എന്ന് പറയില്ല. ആ വ്യത്യാസം മനസ്സിലായോ? എല്ലാം നമ്മൾ വിചാരിക്കും സിമ്പിൾ പ്രസൻറ്റും പ്രസൻറ്റ് കണ്ടിന്യൂസും ഉപയോഗിക്കാം, എല്ലാ വേർബ്സും. അത് തെറ്റിദ്ധാരണയാണ്. ചില വേർബ്സ് അങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് എന്ത് മീനിങ് കൺവേ ചെയ്യാനാണെങ്കിലും, ഇപ്പോൾ നമ്മൾ അവർക്ക് ഇപ്പം ഇഷ്ടമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടെ സിമ്പിൾ പ്രസൻറ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് ചില സമയത്ത് നമുക്ക് ഇപ്പോഴൊക്കെ കാണാം ചിലരിപ്പം അതൊക്കെ ആ റൂൾസൊക്കെ ബ്രേക്ക് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിൽ ഇത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കാൻ നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളത് അല്ലാണ്ട് യൂസ് ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. കാരണം മറ്റ് വേർബ്സൊക്കെ ഇപ്പോൾ റീഡിങ്, വാക്കിംഗ് എന്നൊക്കെയുള്ള വേർബ്സ് നമുക്കിങ്ങനെ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ഉപയോഗിക്കാവുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് എടുത്ത് പറയാണ് പറ്റില്ല. അപ്പോൾ വേറെ ഇങ്ങനത്തെ വേർബ്സ് ഉണ്ടോ? കുറേ വേർബ്സ് ഉണ്ട്. ഇപ്പോൾ ലൈക്ക്, വാണ്ട്, നീഡ്, പ്രിഫർ, നോ, അണ്ടർസ്റ്റാൻഡ്, ബിലീവ്, ഇതൊന്നും ഈ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാം? എനിക്ക് ദാഹിക്കുന്നുണ്ടെന്ന് എങ്ങനെ പറയാം? ഐ എം തേഴ്സ്റ്റി. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പോൾ ഇപ്പോഴല്ലേ ദാഹിക്കുന്നത്, അപ്പോൾ ഇപ്പോഴല്ലേ കുടിക്കാൻ എന്തെങ്കിലും വേണ്ടത്. അപ്പോൾ നമ്മൾ ഐ എം വാണ്ടിങ് സംതിങ് ടു ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല. ഐ വാണ്ട് സംതിങ് ടു ഡ്രിങ്ക്. ആ വാണ്ട്, നീഡ് ഇതൊന്നും ഇങ്ങനെ ING ചേർത്ത് ഉപയോഗിക്കരുത്. ഓക്കെ. അതുപോലെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർ യു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. ടീച്ചർമാരൊക്കെ എസ്പെഷ്യലി ശ്രദ്ധിക്കുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയരുത്. ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് മാത്രമേ പറയേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. പക്ഷേ ആ സെൻറ്റൻസ് ഈ അണ്ടർസ്റ്റാൻഡ് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ING ഫോമിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഏതിൽ? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സിമ്പിൾ പ്രസൻറ്റ്, ഡു യു അണ്ടർസ്റ്റാൻഡ് തന്നെ പറയണം. അപ്പോഴാണ് വേറൊരു പ്രശ്നം വരെ. ഞാൻ പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാമെന്ന്. മൈ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു എന്താ പറയുക അറിവിൽ എന്നൊക്കെ പറയാൻ വേണ്ടി ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അത് അണ്ടർസ്റ്റാൻഡിങ് തെറ്റാന്നല്ല. അവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലല്ലോ. ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എന്താ? ഐ ആം അണ്ടർസ്റ്റാൻഡിങ് എന്നല്ല പറഞ്ഞേ. ആ ടെൻസ് വരെ എങ്ങനെയാ? സബ്ജക്റ്റ്, പിന്നെ ആം, എസ്, ആർ അങ്ങനെ എന്തെങ്കിലും, അത് കഴിഞ്ഞ് വേർബ് കഴിഞ്ഞ് ING. ഇതങ്ങനെയല്ല.
ഇൻ മൈ അണ്ടർസ്റ്റാൻഡിങ്, എൻ്റെ ഒരു മനസ്സിലാക്കലിൽ എന്നുള്ള അർത്ഥമാണ്. അവിടെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനത്തെ വേർബ്സ് എവിടെ ഉപയോഗിക്കാൻ പാടില്ല? പ്രസൻറ്റ് കണ്ടിന്യൂസ്ലി. ഓക്കെ. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്. സീ എന്ന് വെച്ചാൽ കാണുക, ഹിയർ എന്ന് വെച്ചാൽ കേൾക്കുക, സ്മെൽ മണക്കുക, ടേസ്റ്റ് രുചിക്കുക. അപ്പോൾ ഈ 4 സെൻസുകൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ ING ഫോം ഉപയോഗിക്കില്ല. നീ ആ പെൺകുട്ടിനെ കാണുന്നുണ്ടോ അവിടെ? ആ നിൽക്കുന്ന പെൺകുട്ടിനെ അങ്ങനെ പറയാം. ആർ യു സീയിങ് ദാറ്റ് ഗേൾ ഓവർ ദെയർ എന്ന് പറയരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ആർ യു സീയിങ് എന്ന് പറയരുത്. ഇതൊന്നും കണ്ടിന്യൂസ് ഫോമിൽ ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ഐ ആം സീയിങ് എ ഗേൾ എന്ന് പറയില്ല. അതെന്താ പറയുക? സിമ്പിൾ പ്രസൻറ്റ്. ഡു യു സീ ദാറ്റ് ഗേൾ ഓവർ ദെയർ? ഓവർ ദെയർ എന്ന് വെച്ചാൽ അതേ അവിടെ. ഡു യു സീ അല്ലേ? നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഡു ഓടസ് വെച്ചിട്ടില്ല സെൻറ്റൻസ് ഉണ്ടാക്കുക, മറന്നുപോയോ? ഡു യു സീ ദാറ്റ് ഗേൾ ഓവർ ദെയർ? അവിടെയുള്ള പെൺകുട്ടിനെ കണ്ടോ? ഡു യു സീ ദാറ്റ് ഗേൾ ഓവർ ദെയർ? അല്ലെങ്കിൽ ഐ സീ ദാറ്റ് ഗേൾ ഓവർ ദെയർ, ഞാൻ അവിടെ ഉള്ളൊരു പെൺകുട്ടിനെ കാണുന്നുണ്ട്. ഐ ക്യാൻ സീ അല്ലെങ്കിൽ ഐ സീ ഒക്കെ പറഞ്ഞിട്ട് പറയാം. മനസ്സിലായോ? ഓ, ഈ റൂമിന് ഭയങ്കര മണം എന്ന് പറയും. ദ റൂം ഇസ് സ്മെല്ലിംഗ് എന്ന് പറയില്ല. പിന്നെന്താ പറയുക? ദ റൂം സ്മെൽസ്. ആ വിൻഡോസ് നമുക്ക് തുറന്നിടാം. എങ്ങനെ പറയും? നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ലെറ്റ്സ് ഓപ്പൺ ദ വിൻഡോസ്. ലെറ്റ്സ് ഓപ്പൺ ദ വിൻഡോസ്. ദിസ് റൂം സ്മെൽസ്. ലെറ്റ്സ് ഓപ്പൺ ദ വിൻഡോസ്. ഓക്കെ. കറി അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല എങ്ങനെ പറയും? കഴിച്ചു നോക്കിയിട്ടേ പറയാണ്, കറി അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല കേട്ടോ. ദ കറി ഡസൻറ്റ് ടേസ്റ്റ് വെരി ഗുഡ്. അല്ലാതെ കറി ഈസിൻ്റ് എന്നല്ല. കറി ഈസിൻ്റ് ടേസ്റ്റിംഗ് എന്ന് പറയില്ല. ഞാൻ പറഞ്ഞില്ലേ, സീ, ഹിയർ, സ്മെൽ, ടേസ്റ്റ്. ഓക്കെ, ഇത് ഓർത്ത് വയ്ക്കാം. അപ്പം നമുക്ക് ബേസിക്കായ ING ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടും എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തന്നില്ലേ? അതൊക്കെ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഈ INGയിൽ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം ബീയിങ് ആണ്. ബീയിങ് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ? ആദ്യത്തെ ക്ലാസ്സിലാണോ പറഞ്ഞത്? ബിയുടെ കണ്ടിന്യൂസ് ഫോം. ഈറ്റിൻ്റെ ഈറ്റിംഗ്, സിയുടെ സീയിങ്, ബിയുടെ ബീയിങ് അല്ലേ? ING ഇട്ടാൽ പോരെ. ബി എന്ന് പറഞ്ഞാൽ ആവുക. അപ്പോൾ അതെന്താണ് ഈ ബീയിങ്ങിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഹീ ഇസ് ആംഗ്രി, അതിൻ്റെ അർത്ഥം എന്താ? അവൻ ദേഷ്യത്തിലാണ് അല്ലേ? നല്ല ദേഷ്യത്തിലാണ് അവൻ. ഹീ ഇസ് ആംഗ്രി അല്ലേ? അപ്പോൾ അവിടെ ബിയുടെ ഫോമാണ് എസ് അല്ലേ? പക്ഷെ നമ്മൾ ബീയിങ് എന്നുള്ളൊരു ഫോം ഉപയോഗിക്കുമ്പോൾ, എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫോംസ് നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുക ടെമ്പററി ആയി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾക്ക് അല്ലേ? ഇറ്റ് ഈസ് റെയിനിങ് എന്ന് വെച്ചാൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാണ്ട് ഇപ്പം മഴ പെയ്യാറുണ്ട് എന്നുള്ളൊരു അർത്ഥമല്ല അതിന് അല്ലേ? ഇറ്റ് റെയിൻസ് ഹിയർ ഇൻ സമ്മർ എന്ന് വെച്ചാൽ സമ്മറിൽ ഇവിടെ മഴ പെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഇറ്റ് ഈസ് റെയിനിങ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് അല്ലേ യൂസ് ചെയ്യുക? അതാണ് ആലോചിക്കേണ്ടത്. ബീയിങ് എപ്പോഴും ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ബീയിങ് കേട്ടോ. ഒരു സെൻറ്റൻസ് കേട്ടോ. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഈസ് ബീയിങ് സോ റൂഡ്. എന്താണ് ഇവൻ ഇത്രയും പരുഷമായിട്ട് പെരുമാറുന്നത്? അതാണ് ബീയിങ് റൂഡ് കേട്ടോ. റൂഡ് എന്ന് വെച്ചാൽ പരുഷമായിട്ട് പെരുമാറുന്നത്. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് വൈ, എനിക്ക് മനസ്സിലാവണില്ല എന്തുകൊണ്ടാണെന്ന്. എന്ത്? ഹി ഈസ് ബീയിങ് സോ റൂഡ്. ഇയാൾ ഇത്രയ്ക്കും പരുഷമായിട്ട് പെരുമാറുന്നത്. സാധാരണ ഇയാൾ എങ്ങനെയല്ല. ഹി ഈസൻറ്റ് യൂഷ്വലി ലൈക്ക് ദാറ്റ്. ഹി ഈസൻറ്റ് യൂഷ്വലി ലൈക്ക് ദാറ്റ്. അപ്പോൾ ബീയിങ് റൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഹീസ് ബിഹേവിങ് റൂഡ്ലി നൗ. സാധാരണ അങ്ങനെ അവൻ ചെയ്യുന്ന ഒരാളെ അല്ല. ഇന്നിപ്പോൾ എന്തോ അവനെ കടിച്ചിട്ടുണ്ട്, അതാണ് അവന് അങ്ങനെ ഒരു ബിഹേവിയർ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അയാളുടെ ടെമ്പററി ആയിട്ടൊരു ബിഹേവിയർ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ബീയിങ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വിശേഷണം പറയണത്. ഓക്കെ. വഴുക്കലുണ്ട്, കെയർഫുൾ ആവണേ. ദ പാത്ത് ഇസ് സ്ലിപ്പറി. നടക്കണ പാത കുറച്ച് തെന്നാൻ ചാൻസ് ഉള്ളതാണ്. ദ പാത്ത് ഇസ് സ്ലിപ്പറി. സൂക്ഷിക്കണേ, ബി കെയർഫുൾ. ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ നിങ്ങൾ പറയാം, വിഷമിക്കണ്ട, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഡോണ്ട് വറി, ഐ എം ബീയിങ് കെയർഫുൾ. അപ്പോൾ ഞാൻ സാധാരണ കെയർഫുൾ ആയ ആളാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. നമ്മൾ പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ കാര്യം പറയാം. സോ ഐ ആം ബീയിങ് കെയർഫുൾ. കണ്ട, അവിടെ വേണമെങ്കിൽ ഐ എം കെയർഫുൾ എന്ന് പറയാം. പക്ഷെ അതിനേക്കാൾ ഞാൻ ഇപ്പോഴത്തെ ഒരു കാര്യം പറയാം. ടെമ്പററി ആയിട്ട് ഞാൻ നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് ഐ എം ബീയിങ് കെയർഫുൾ. അയാളെ വേറെ ആൾക്കാരെക്കുറിച്ച് ഒരു പരിഗണനയോ ചിന്തയോ അയാൾക്കില്ല. ഹി നെവർ തിങ്സ് അബൌട്ട് അതർ പീപ്പിൾ. അയാൾ വേറെ ആൾക്കാരെക്കുറിച്ച് ചിന്തിക്കാറില്ല. അയാൾ ഭയങ്കര എന്താണ്, അങ്ങനെയുള്ള ആൾക്കാർ എന്താ പറയുക? സെൽഫിഷ്. ഹി ഈസ് വെരി സെൽഫിഷ്. ഹി നെവർ തിങ്സ് അബൌട്ട് അതർ പീപ്പിൾ. ഹി ഈസ് വെരി സെൽഫിഷ്. അതിൻ്റെ അർത്ഥം എന്താ? സാധാരണ അയാൾ എങ്ങനത്തെ ഒരു മനുഷ്യനാണ്? ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള,
അല്ലേ? തൻ്റെ കാര്യം മാത്രം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോരുന്നൊരു വ്യക്തിയാണത്. ഹി സെൽഫിഷ്. ഇപ്പം മാത്രമാണോ സെൽഫിഷ്? അല്ല, എന്നും അയാൾ അങ്ങനെയാണ്. ഹീസ് എ സെൽഫിഷ് പേഴ്സൺ, അല്ലേ? എന്നാൽ ഈ സെൻറ്റൻസ് നോക്കിയേ, അയാൾ എന്തത്ര സെൽഫിഷ് ആവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാധാരണ അയാൾ അങ്ങനെയല്ല. ഐ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് വൈ ഹി ഈസ് ബീയിങ് സോ സെൽഫിഷ്. ഇയാൾ എന്തിനാ ഇത്ര സെൽഫിഷ് ആവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സാധാരണ അയാൾ അങ്ങനെയല്ല. ഹി ഈസിൻറ്റ് യൂഷ്വലി ലൈക്ക് ദാറ്റ്. ആ രണ്ട് സെൻറ്റൻസ് നമ്മുടെ വ്യത്യാസം മനസ്സിലായോ? ഒന്ന്, ഹി ഈസ് സെൽഫിഷ്, കാണുന്ന അന്ന് മുതൽ ഇയാൾ ഇങ്ങനെയാണ്. ഇവിടെ ഹി ഈസ് ബീയിങ് സെൽഫിഷ്. ചേട്ടാ ഇയാൾ ഇപ്പം എന്താ ഇത്രയും സെൽഫിഷ് ആണ്? സാധാരണ അങ്ങനെ അല്ലല്ലോ. അതാണ് ആ വ്യത്യാസം. കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയ വ്യത്യാസമാണ്. മറ്റേത് അയാൾ ടാഗ് അടിച്ചു വിടുക, സെൽഫിഷ് ഗോ. മറ്റേത് അയ്യോ എന്ത് പറ്റി, ഇപ്പം എന്താ ഇത്ര സെൽഫിഷ് ആവാൻ, ഇയാൾ ഇങ്ങനെ അല്ലല്ലോ എന്നുള്ള രണ്ടല്ലേ. ഒരാളുടെ ക്യാരക്ടറിനെ തന്നെ മാറ്റിമറിക്കും ഒരു ബീയിങ് വരുമ്പോൾ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റാ. എനിക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു ടേക്ക് റിസ്ക്സ്. ഞാനൊരു സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഐ എം എ വെരി കെയർഫുൾ പേഴ്സൺ. മനസ്സിലായോ? അപ്പോൾ ഞാൻ എങ്ങനെയാണ്? ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നേരത്തെ ഞാൻ സ്ലിപ്പറിയാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഐ എം ബീയിങ് വെരി കെയർഫുൾ. ഞാൻ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം പറയണേ, ഞാൻ ജനറലി എങ്ങനെയാണ്, ചിലപ്പോൾ ഒന്നും കെയർ ചെയ്യാത്തൊരു മനുഷ്യനായിരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വളരെ കെയർഫുള്ളാണ്. അത് ബീയിങ് വന്നപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടല്ലോ. സമ്മൺ, ഒരു സബ്ജക്റ്റ് പറയാം, എസ് ആർ അല്ലെങ്കിൽ ആം, അത് കഴിഞ്ഞിട്ട് ബീയിങ്. നമ്മൾ സാധാരണ ഹീ ഇസ് ഈറ്റിംഗ് പോലെ ഹീ ഇസ് ബീയിങ്, അങ്ങനെ ഈറ്റിന് പകരം ബി ഇടുക. ബാക്കി എല്ലാം സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരാളെങ്ങനെയാണ് പെരുമാറുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ പിന്നെ ബീയിങ് പഠിച്ചു, ഇനി എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് ബീയിങ് ഇട്ടിട്ട് പറയാലോ എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ അയാൾ ക്ഷീണിതനാണ്, ഹീസ് ടയേർഡ് എന്ന് പറയുന്നത് കൂടി, അയാൾക്ക് ഇപ്പോൾ ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഹീസ് ബീയിങ് ടയേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഒരാൾ ടയേർഡ് തൽക്കാലത്തേക്ക് ആവുക അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഹീസ് ബീയിങ് ടയേർഡ് എന്ന് പറയില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടെ ഇങ്ങനെ ഇടാൻ പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖമുണ്ട്, അപ്പം എന്താ പറയുക, അവൾക്ക് സുഖമില്ല, ഷീസ് ഇൽ. അപ്പോൾ അവൾക്ക് തൽക്കാലം അസുഖമുള്ള ഒരു അവസ്ഥയിലേക്ക് താൽക്കാലികമായി അവൾ മാറി എന്നുള്ള അർത്ഥത്തിൽ ഷീസ് ബീയിങ് ഇൽ എന്ന് പറഞ്ഞൂടെ? ഇല്ല, പറ്റില്ല. ഈ ഇൽ, സിക്ക് മുതലായ ടയേർഡ് മുതലായ അഡ്ജക്റ്റീവ്സിൻ്റെ ഒപ്പം നമ്മൾ ബീയിങ് ഇടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായോ? ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങളാണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇംഗ്ലീഷ് അറിയാമെങ്കിലും പലപ്പോഴും നമുക്ക് മിസ്റ്റേക്സ് വരുത്തുന്ന ഏരിയാസ് ഇതൊക്കെ. ആൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു ബീയിങ് ഇട്ട അർത്ഥം ആകെ മാറിപ്പോയി അല്ലേ? ഹീസ് സെൽഫിഷും ഹീസ് ബീയിങ് സെൽഫിഷും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഓപ്പോസിറ്റ് ആയിട്ടുള്ള അർത്ഥമുള്ള സംഭവമാണ് അല്ലേ? മറ്റേത് താൽക്കാലികമായിട്ട്, അയാൾ പെർമനൻ്റ് ആയിട്ട് അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ മറ്റേത് അയാൾ പെർമനൻ്റ് ആയിട്ട് സെൽഫിഷാണെന്ന് പറയണേ. അപ്പോൾ ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് സംസാരിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തെറ്റിപ്പോയാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാറിപ്പോവില്ലേ? അതുകൊണ്ടാണ് ഇത് എടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്തത് കേട്ടോ. ഹോംവർക്കിന് പറയട്ടെ, കറക്റ്റ് ആക്കണം എല്ലാം. ഓക്കെ, അത് സത്യമല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല എങ്ങനെ പറയും? അത് സത്യമല്ല, ഇറ്റ്സ് നോട്ട് ട്രൂ. ഐ എം നോട്ട് ബിലീവിങ് ഇറ്റ് ആണോ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ് ആണോ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉത്തരം എന്താണെന്ന്. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ രണ്ടാമത്തെ ചോദ്യമാണേ, നിങ്ങൾ മധുവിനെ കാണുമ്പോൾ അവളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. യു വിൽ ലൈക്ക് മധു വെൻ യു മീറ്റ് ഹർ. ഇതാണ് അതിൻ്റെ അർത്ഥം. മധുവിനെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ നിങ്ങൾക്ക് അവളെ ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് പറയേണ്ടത് ഷീസ് വെരി നൈസ് എന്നാണോ, ഷീസ് ബീയിങ് വെരി നൈസ് എന്നാണോ? ഞാൻ നിങ്ങളടുത്ത് പറയാം, നമ്മൾ മധുവിനെ കാണാൻ പോവാം. മധു ഒരു പെൺകുട്ടിയാണ്, മധുമിത. മധു ഇങ്ങനെ ഷോർട്ടാണ് മധു കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലവർ ചിന്തിക്കണ്ടാവും, മധു ഷീ എന്ന് പറയണ ഹീ അല്ലേ, പെൺകുട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുവിനെ ഇഷ്ടപ്പെടും. യു ലൈക്ക് മധു വെൻ യു മീറ്റ് ഹർ, അവളെ കാണുമ്പോൾ. ഷീസ് വെരി നൈസ് ആണോ, ഷീസ് ബീയിങ് വെരി നൈസ് ആണോ? സിമ്പിളാണ്. ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ആ ലാപ്ടോപ്പ് മാറ്റി വയ്ക്കല്ലേ, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. എങ്ങനെ പറയും? ഡോണ്ട് പുട്ട് ദ ലാപ്ടോപ്പ് അവേ. ഐ എം യൂസിങ് ഇറ്റ് ആണോ, ഐ യൂസ് ഇറ്റ് ആണോ? അടുത്തത്, റാണി ഇസ് വെരി നൈസ് ടു മീ അറ്റ് ദ മോമെൻറ്റ്. അങ്ങനെയാണോ? റാണി ഈസ് ബീയിങ് വെരി നൈസ് ടു മീ അറ്റ് ദ മോമെൻ്റ് ആണോ? ഇപ്പോൾ റാണി എന്നോട് വലിയ നല്ല പെരുമാറ്റമൊക്കെയാണ്, എന്താണാവോ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ്. സാധാരണ റാണി എങ്ങനെയാ? മൈൻഡ് ചെയ്യാറില്ല തന്നെ, നേരെ ഇറങ്ങിയ മുഖം ഇങ്ങനെ അങ്ങോട്ട് പോവും. ആ റാണി ഇസ് ഡാഷ് ഇസ് ബീയിങ് വെരി നൈസ് ആണോ, അതോ ഇസ് വെരി നൈസ് ടു ബി അറ്റ് ദ മോമെൻ്റ് ആണോ?
കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഒരു രസമാണ്, ഒരു ഫൺ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുകയും ചെയ്യും. അതാണ് ഇത്രയൊക്കെ സെൻറ്റൻസുകൾ ഇട്ടിരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം ലാസ്റ്റാണേ. നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? ആർ യു ഹംഗ്രി ആണോ? ആർ യു ബീയിങ് ഹംഗ്രി ആണോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ് എന്ന് വെച്ചാൽ കഴിക്കാൻ എന്തെങ്കിലും വേണോ? അത് കഴിഞ്ഞിട്ട് ആർ യു ഹംഗ്രി എന്നാണോ ആർ യു ബീയിങ് ഹംഗ്രി എന്നാണോ പറയാം. 5 സിമ്പിൾ ക്വസ്റ്റ്യൻസ്. കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് കാര്യം പിടിയിട്ടുണ്ടെങ്കിൽ യൂസ്ഫുള്ളാണ്. ഞാൻ മാക്സിമം ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ഹോംവർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് താഴെ എഴുതുക. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.